കർത്താവ് അതിന് സാക്ഷ്യമാക്കി അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിന് നന്ദിയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ വിഷയത്തിൻ്റെ മേൽ സാക്ഷ്യമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഇരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? വചനമല്ല, വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ പറ്റി നമ്മൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു. എപ്പോഴും ഓർത്തോണം, നമ്മൾ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് വചനം പറയുന്നത്. ആമേൻ. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ അനുഗ്രഹത്തോടെ വചനങ്ങളെ കേൾക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്തും തന്നെ നമുക്ക് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ കർത്താവ് 1 മുതലുള്ള വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് തന്നെ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ ഒരു നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ കർത്താവിനടുക്കൽ വന്ന്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന ഉപദേഷ്ടാവായി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ല എങ്കിൽ ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുന്നതല്ല. നിക്കോദിമോസ് അവരോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാൻ കഴിയുന്നതല്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുന്നതിൽ ആശ്ചര്യപ്പെടുന്നരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചതൊക്കെയും ഇതേപോലെ ആകുന്നു. അപ്പൊ ഇവിടെ നമുക്കറിയാം വീണ്ടും ജനനത്തെ പറ്റി. ഒരിക്കൽ നമ്മൾ ഈ വീണ്ടും ജനനത്തെ പറ്റി എടുത്തിട്ടുള്ളതാണെങ്കിലും അതിനകത്ത് ചില ഭാഗങ്ങൾ നമുക്ക് വീണ്ടും ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ധ്യാനിക്കാം. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല. നോക്കി, ഇവിടെ വചനം പറയുന്നു, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. അപ്പൊ നിങ്ങളുടെ നേരെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആർക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല കാറ്റ് എങ്ങോട്ട് പോകുമെന്നല്ലേ. ഈ കാലാവസ്ഥാ നിരീക്ഷകർ പോലും നമുക്കറിയാം, ചുഴലിക്കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കറക്റ്റൊന്നുമല്ല. ഏകദേശം ഈ കാറ്റിന്റെ ഒരു രീതിയും വരവും ശക്തിയും ഒക്കെ ഒന്ന് അളന്നിട്ട്, മുഴുവൻ അളക്കുമല്ല, ഊഹാപോഹങ്ങൾ, ഏകദേശം ഒരു കണക്ക് വെച്ച് അവർ പറയും കാറ്റ് ഇങ്ങോട്ട് വരും, കാറ്റ് അങ്ങോട്ട് പോകും, നാശനഷ്ടം ഉണ്ടാകും. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിച്ചു മാറ്റും. പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞ സകലത്തിലും വിപരീതമായി കാറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി സഞ്ചരിച്ചു നിൽക്കും. ചിലപ്പോൾ കാറ്റ് വരാറില്ല, ചിലപ്പോൾ ആ കാറ്റ് കടലിൽ വെച്ച് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ചുഴലിക്കാറ്റ് അവസാനിച്ച് വേറെ ഏതോ ദിക്കിലോട്ടൊക്കെ അത് പോകും. അപ്പൊ കാറ്റിനെ പറ്റി പറയുന്നു, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചതൊക്കെയും ഇതേപോലെ ആകുന്നു എന്ന് പറയുന്നു. അപ്പം നിക്കോദിമോസിനോട് പറയുകയാണ്, വീണ്ടും ജനനത്തെ പറ്റി പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംശയം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, ദൈവിക കാര്യങ്ങൾ എപ്പോഴും വളരെ വ്യത്യസ്തമാണ്.
ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത് വന്ന് കർത്താവിന്റെ വചനമൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ കണക്ക് കൂട്ടിയായിരിക്കും ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും, ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ കർത്താവ് ഈ രീതിയിലൊക്കെ ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഇന്ന വ്യക്തി എന്നെ സഹായിക്കുമായിരിക്കും, ഇന്ന വ്യക്തിയിലൂടെ ചിലപ്പോൾ ഞാനൊരു അനുഗ്രഹം കിട്ടുമായിരിക്കും, എൻ്റെ ജോലിയിൽ, ഓഫീസിലോ, എൻ്റെ എവിടെ ആയിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, ബന്ധുമിത്രാദികളെടുക്കുക ആയിക്കോട്ടെ, ഇനിയിപ്പം നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ഇവിടുന്ന് അവിടുന്ന് ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സഹായത്താൽ ഞാൻ രക്ഷപ്പെടുമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടല്ലേ? എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വഴികൾ, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഇന്നുവരെ തോന്നിയിട്ടില്ല. അറിയാവോ? അതുപോലെ നിക്കോദിമോസ് ചോദിക്കുവാണ്, ഞാൻ ജനിച്ചത് 10 മാസം എൻ്റെ അമ്മ എന്നെ ചുമന്ന് ഉദരത്തിലായി, ഞാൻ എന്ത് ചെയ്തു? 10-ാം മാസം ഞാൻ പ്രസവിച്ചൊരു കുഞ്ഞായിട്ട് വന്നു, പിന്നെ ഞാൻ ഓരോ ദിവസവും വളർന്നു, ഇങ്ങനെയാണ് ഞാൻ ജനിച്ചത്. അപ്പൊ നിക്കോദിമോസ് ചോദിക്കുവാണ്, വീണ്ടും ജനിക്കുക, വീണ്ടും ജനിക്കുക എന്ന് യേശുക്രിസ്തു പറയുമ്പം ഞാൻ പിന്നെയും എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് മടങ്ങിപ്പോയി ശിശു ആയിരിക്കുന്നത് എങ്ങനെ? ഇപ്പൊ ജനിക്കുക എന്ന വാക്കിന് ഒറ്റ അർത്ഥേ നമുക്കറിയത്തുള്ളൂ, അല്ലേ? ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുക, വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ, ജനനം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു അമ്മ വേണം, ഒരു ഉദരം വേണം, ആ അമ്മയുടെ ഉദരത്തിൽ 10 മാസം കിടക്കണം. ഇങ്ങനെയാണ് ജനനം എന്ന് പറയുന്നത്. അപ്പൊ നിക്കോദീമോസ് അറിഞ്ഞ അറിവിന്റെ അകത്തുനിന്ന് ചോദിക്കുവാണ്, ഞാനിനി എങ്ങനെ ജനിക്കാനാ? എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് ഇനി മടങ്ങിപ്പോയിട്ട് ഞാൻ വീണ്ടും എൻ്റെ അമ്മ ഗർഭിണിയായി, വീണ്ടും ഞാൻ കുഞ്ഞായി, വീണ്ടും ചെറുതായി, ഇനി ഞാൻ എങ്ങനെ അത് സംഭവിക്കും? അപ്പൊ ഈ കർത്താവ് പറയുകയാണ്, നിനക്ക് കാറ്റിന്റെ ഗതി എങ്ങോട്ടാന്ന് നിനക്കറിയാവോ? നിക്കോദിമോസ് പറയും, അറിയത്തില്ല. നീ അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? കാറ്റിനെ കാണാൻ പറ്റുമോ നിനക്ക്? ഇല്ല. നമ്മുടെ ദേഹത്തോട്ടൊന്ന് കാറ്റടിക്കുമ്പോൾ നമ്മൾ പറയല്ലേ, കാറ്റടിക്കുന്നുണ്ടല്ലോ, ഇത് എവിടെ നിന്നാ വരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇതെങ്ങനെ വരുന്നതെന്ന് അറിയാൻ പറ്റുമില്ല. ഇനി വന്ന കാറ്റ് ഏത് ദിശയിലേക്കാണ് ഇപ്പൊ പോകുന്നത് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇതേപോലെയാണ് ദൈവത്തിന്റെ പദ്ധതികൾ. മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് കിട്ടാത്ത കാര്യങ്ങളാണ് ദൈവത്തിന്റെ പ്ലാനുകൾ. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് ദൈവം ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു. ഒരിക്കലുമല്ല. നിങ്ങളുടെ ബുദ്ധിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നയാളാ ദൈവം. അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറയുന്നത് കാൽക്കുലേഷന്റെ അകത്ത് ജീവിക്കുന്ന ആളാകരുത്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന, നോക്കി വെച്ചിരിക്കുന്ന, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല, ഇപ്പം കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾ രോഗികളായിരിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും നമ്മൾ രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം കേൾക്കുന്നു. എപ്പോഴേലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, ശരീരത്തിന്റെ അകത്ത് രോഗത്തിന്റെ മുഴയുണ്ടായിരുന്നവര്, ക്യാൻസറിന്റെ സംശയം ഉണ്ടായിരുന്ന, ഫൈബ്രോയിഡിന്റെ അനുഭവമുള്ളവര്, കാഴ്ച കുറവുള്ളവര്, ചെവി കേൾക്കുവാൻ ബുദ്ധിമുട്ടുള്ളവര്, കാലിൽ നടക്കാൻ പറ്റാത്തവര്, തളർന്നു പോയവര്. അപ്പൊ ഇവരെല്ലാം ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എങ്ങനെയാണ് ഇവരിൽ രോഗസൗഖ്യം നടന്നത്? അതായത് ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ മുഴ യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ കൈ എടുത്തപ്പം അവിടെ ആ മുഴ അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ വേദന അവിടെ ഇല്ല, ആ രോഗം അവിടെ ഇല്ല. ഇത് എന്തുകൊണ്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല? എങ്ങനെയാണ് എൻ്റെ അകത്ത് ആ പ്രവൃത്തി നടന്നത്? നിങ്ങൾ ഇനി ഒരു MRI സ്കാനിലോ അല്ലാത്ത CT സ്കാനിൻ്റെ അകത്തോ കയറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും നിങ്ങളുടെ അകത്ത് എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയത്തില്ല. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നമുക്ക് ശബ്ദം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അല്ലേ? കേൾക്കാൻ പറ്റുന്നുള്ളൂ. ആ കാറ്റ് വന്ന് ദേഹത്തോട്ട് അടിക്കുമ്പോൾ നമുക്ക് അതിന്റെ സ്പർശനത്തിലൂടെ അറിയാൻ പറ്റും കാറ്റ് വരുന്നു. ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കാറ്റിനെ കാണാൻ കഴിയുന്നില്ല. എങ്കിൽ കർത്താവ് പറയുകയാണ്, ഇതേപോലെയാ വീണ്ടും ജനനവും, ഇതേപോലെയാ വീണ്ടും ജനനവും. കർത്താവ് യേശുവിൽ നിങ്ങൾ വീണ്ടും ജനിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ വീണ്ടും ജനിക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. കാണാൻ പറ്റിയോ? ഇല്ല. എങ്ങനെയാ ജനിച്ചെന്ന് കാണാൻ പറ്റിയോ? ഇല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ജനിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഇനി അടുത്തത്, അങ്ങനെ ജനിച്ചവൻ എങ്ങോട്ട് പോകും? നമ്മൾ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല, നിത്യജീവനിൽ പോയിട്ടില്ല, സ്വർഗത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സ്വർഗത്തിൽ പല കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇതുവരെ പോയവരാരും മടങ്ങി വന്നിട്ടില്ല. പക്ഷെ ഈ വീണ്ടും ജനിച്ചവൻ അങ്ങോട്ടാ പോകാനുള്ളത്.
അപ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവമാ തീരുമാനിക്കുന്ന എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന്. നിങ്ങളൊരു കാറ്റുപോലെയാണ്. നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ദൈവമാ. അതുകൊണ്ടാണ് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ഭൂമിയിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേം, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ മാനുഷിക ബുദ്ധിയിലെ കുറേ ടേമുകൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് പല തടസ്സങ്ങളായി കിടപ്പുണ്ട്. എന്താണ് ഈ തടസ്സമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ നിക്കോദീമോസിനെ പോലെ, നിക്കോദീമോസ് ചോദിച്ച ചില ചോദ്യങ്ങളിലേക്ക് ഞാൻ പെട്ടെന്ന് പോവുകയാണെ. നിക്കോദീമോസ് ചോദിക്കുകയാണ്, നിങ്ങൾ നോക്കി ഈ വാക്യം നോക്കിയാൽ മതി. നിക്കോദീമോസ് യേശുവിനോട്, ഞാൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? അപ്പൊ ഇദ്ദേഹത്തിന് വൃദ്ധനായ ഒരു മനുഷ്യനാണ്. രണ്ടാമതും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കടക്കുന്ന ജനിക്കാമോ എന്ന് ചോദിച്ചു. ഇവിടെ നോക്കിയേ, യേശു ക്രിസ്തു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യേശു പറയുക, അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പിന്നെയും പറയുന്നു, അല്ലെങ്കിൽ പറയുന്നു, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. കർത്താവ് എന്തുകൊണ്ടാ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാ? നിക്കോദീമോസേ, ഞാൻ നിന്നോട് പറഞ്ഞു തരാം. നീ യേശുവിനെ കർത്താവിന്റെ ഞാൻ മരിച്ച പുനരുദ്ധാനത്തിന് ശേഷം നീ എന്നെ വിശ്വസിക്കുമ്പോൾ, ഇങ്ങനെ കണ്ണടച്ച് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ നീ ജനിക്കുന്ന വിഷ്വൽസ് കാണിക്കാൻ കർത്താവെ എന്തുകൊണ്ടാണ് അങ്ങേക്ക് പറ്റാഞ്ഞെന്ന് വെച്ചാൽ കർത്താവ് പറയും, കാണിച്ചിട്ട് കാര്യമില്ല, ഇവന്റെ ബുദ്ധിയിൽ ഇതിനെ പിടിക്കാനുള്ള റേഞ്ച് ഇല്ല. നമ്മുടെ ബുദ്ധിക്കകത്ത് പലതും ദൈവത്തിന്റെ പ്രവൃത്തികളെ പിടിക്കാനുള്ള ഒരു റേഞ്ച് ഇല്ല. ഞാൻ ഇന്നാൾ പണ്ട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട്, നമ്മളൊക്കെ പണ്ട് ഈ നോക്കിയയുടെ ഒക്കെ പഴയ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. ഈ കോള് വിളിക്കാനും മെസ്സേജ് അയക്കാനും അല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ആ കുഞ്ഞ് ഫോൺ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ബ്രദറെ ഇതിൻ്റെ അകത്തോട്ട് എനിക്ക് ആ സൂമിൻ്റെ ലിങ്ക് അയക്കാൻ പറഞ്ഞാൽ അത് പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് പഴയ ഒരു നോക്കിയയുടെ ഫോൺ കൊണ്ടുവന്നിട്ട്, ബ്രദറെ ഇതിലോട്ട് എനിക്ക് വാട്സാപ്പിൻ്റെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് അയക്കാൻ പറഞ്ഞാൽ നടക്കുമോ? പറ്റത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യാനും മെസ്സേജ് അയക്കാനും അത്രേ ഉള്ളൂ. അതിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിനി എത്ര അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും, അതിനെ ഇനി എത്ര തിരിച്ചു മറിച്ചും അഴിച്ചും ഒക്കെ പരിപാടി ചെയ്യാൻ നോക്കിയാലും, അതിന്റെ ഡിസ്പ്ലേ ആയിക്കോട്ടെ, അതിന്റെ ബാറ്ററി ആയിക്കോട്ടെ, അതിന്റെ ബോർഡ് ആയിക്കോട്ടെ, അതിന്റെ ICU ആയിക്കോട്ടെ, ഇതൊന്നും ഇനി എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ കുഞ്ഞു ഫോണുള്ള നമുക്കിപ്പോൾ ഒരു 20 വർഷം പുറകോട്ട് പോയിട്ട് അന്ന് ഈ ചെറിയ ഫോണുമായിട്ടിരിക്കുന്ന ആൾക്കാരോട് പറയുവാണിത്, ഞങ്ങളുടെ വാട്സാപ്പ് ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ ഫേസ്ബുക്ക് ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ യൂട്യൂബ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ അവർ വായും പൊളിച്ച് നിൽക്കും, എന്തുവാണ് ഈ ഫേസ്ബുക്ക്, എന്തുവാണ് യൂട്യൂബ്? കാര്യം അവർക്ക് അറിയത്തില്ല. അവരിൽ ആകെ ഇരിക്കുന്നത് ആ പഴയ ടൈപ്പ് ഒരു ഫോണാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിനി എത്ര പറയാൻ നോക്കിയാലും മനസ്സിലാകത്തില്ല. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു നിക്കോദീമോസിനോട് പറഞ്ഞ, സഹോദര നീ വീണ്ടും ജനിക്കുക. എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാര്യം നിന്റെ ബുദ്ധിക്കകത്തോട്ടത് കയറത്തില്ല. നിന്റെ ബുദ്ധിക്കകത്തൊരു അപ്ഗ്രേഡേഷൻ നടക്കത്തില്ല. നിന്റെ ബുദ്ധി അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു കാര്യം ഉറപ്പിച്ചോണം, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥയും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആലോചിച്ചിരിക്കണ്ട, വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ആലോചിച്ചിട്ട് ഉത്തരം കിട്ടത്തില്ല. കാര്യം ഈ ബുദ്ധിക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. ഇതിൻ്റെ അകത്തോട്ട് ഇനി കയറത്തില്ല. ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ബുദ്ധി അങ്ങനെയാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്ഡേഷൻ നടക്കത്തില്ല ബുദ്ധിക്കിനി. ഇതിനൊരു പരിധിയുണ്ട്, ഇതിനൊരു കപ്പാസിറ്റി ഉണ്ട്. മരിച്ച ശരീരം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരിക്കലും ജീവൻ വെക്കുമോ എന്ന് ചോദിച്ചാൽ ആമേൻ പറയത്തില്ല ബുദ്ധിയുള്ള മനുഷ്യൻ. ആത്മാവുള്ളവന് മാത്രമേ അത് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നിക്കോദീമോസ് പറഞ്ഞത്, ഞാനിപ്പോൾ വയസ്സനായി. അദ്ദേഹം പണ്ഡിതനാ കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വയസ്സനായി, ഞാൻ ഇനി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് എങ്ങനെ ജനിക്കൊന്ന് പറഞ്ഞതാ യേശുവേ. കർത്താവ് പറയുക, മോനെ ഒരു രക്ഷയില്ല, പറഞ്ഞു തരാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ നിന്റെ ബുദ്ധിക്കകത്ത് ഇത് കയറത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ ആദ്യം തിരിച്ചറിഞ്ഞോണം, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ബുദ്ധി എന്നെ ഭയപ്പെടുത്തുമ്പോൾ, ഭാരപ്പെടുത്തുമ്പോൾ, അതിൻ്റെ അർത്ഥം ഈ പഴയ നോക്കിയ ഫോണിൻ്റെ അകത്തോട്ട് വാട്സാപ്പ് കയറ്റാൻ നോക്കുന്നത് പോലെയാ. പഴയ നോക്കിയ ഫോണിൻ്റെ അകത്ത് സൂം പ്രെയർ കാണാൻ നോക്കുന്നത് പോലെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് അറിയാവോ, നോക്കിയ ഫോൺ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം ബ്രദറെ? ഒന്നും ചെയ്യണ്ട. വാക്തത്വങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയണം, ഈ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും. ഇത്രയും പറഞ്ഞാൽ മതി.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ ബുദ്ധിക്കകത്തോട്ട് ഇത് കയറ്റാൻ നോക്കുക, ബുദ്ധിക്കകത്തോട്ട് ഇതങ്ങോട്ട് പിടിക്കാൻ നോക്കുക. പഴയ നോക്കിയ ഫോണിലോട്ട് സൂം പ്രയർ കയറ്റാൻ നോക്കുന്നത് പോലെ ജീവിതത്തിൽ നടക്കത്തില്ല, സമയം കളയാനല്ലാതെ. ഇതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ബ്രദറെ, ഒരു സാധ്യതയും എൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു സാധ്യതയും ഇല്ലെങ്കിലും പറയണം. കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്ത് എൻ്റെ സകല കാര്യങ്ങളെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനാൽ സാക്ഷിയാകും, ഞാൻ എൻ്റെ ദൈവത്താൽ സാക്ഷിയാകും, എൻ്റെ ദൈവത്താൽ എൻ്റെ ജീവിതത്തിൽ അത് നടക്കും, ഞാനത് അനുഭവിക്കും, ഞാനത് കാണും. അപ്പൊ എൻ്റെ ബുദ്ധിക്കകത്തോട്ട് ഇത് പിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ ബുദ്ധിക്കകത്ത് കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യും. ആ സ്ട്രഗിള് വരുമ്പോഴാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ അതിനെ ജയിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര സ്ട്രഗിൾ, ബ്രദർ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ബ്രദറെ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത് അതിൻ്റെ കാരണം നോക്കിയ ഫോണിൻ്റെ അകത്തോട്ട് യൂട്യൂബ് കയറാൻ നോക്കിയാൽ കയറാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അതേ സ്ട്രഗിൾ. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഇതൊന്ന് പിടികിട്ടാൻ വേണ്ടിയാ. കയറത്തില്ല അതിൻ്റെ അകത്തോട്ട്. പഴയ ചെറിയ ഫോണില്ലേ, നമ്മുടെ ബുദ്ധിക്കകത്തോട്ട് ദൈവം പ്രവർത്തിക്കുന്നു പറയുമ്പോൾ കയറാത്തതിൻ്റെ കാരണം അതിന് അപ്ഡേഷൻ നടക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആത്മാവിന് മാത്രമേ അത് റിസീവ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ ചെയ്യാൻ പറ്റുന്നത് ആ വാ കൊണ്ട് വേറെ ഒന്നും പറയാതിരിക്കുക. ആ വാ കൊണ്ട് ഒന്നും പറയാതിരിക്കുക. ആദ്യം പറയേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ ആ വചനത്തിൽ എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു അത് ഞാൻ കാണും. ബുദ്ധിയെ ചിന്തിക്കാൻ അനുവദിക്കരുത്. ചിന്തിക്കാൻ അനുവദിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആകുലത വരുന്നത്. തലമുറയുടെ വിഷയമല്ലേ, തക്ക സമയത്ത് നടക്കും. പറയണം, റൈറ്റ് ടൈം. ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പുസ്തകത്തിൽ മാത്രമേ അതിന് തെളിവുള്ളൂ. ലോകത്തിൽ ഒന്നുമില്ല, മെഡിക്കൽ സയൻസിലില്ല. പക്ഷെ ദൈവത്തിന്റെ പുസ്തകമാണ് ബൈബിൾ, മനുഷ്യന്റെ പുസ്തകമല്ല. ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അതെന്റെ ജീവിതത്തിൽ സംഭവിക്കും. നോക്കിയ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആകാത്തതൊന്നും പറയരുത്. മനസ്സിലായോ? വേണ്ടുന്നതല്ലാതെ ആകാത്തതൊന്നും നമ്മൾ പറയരുത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മുടെ നാവിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ബുദ്ധിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുന്നതിൽ നല്ലത് നിങ്ങളുടെ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? നാവിനെ കൊണ്ട് നിയന്ത്രിക്കണം. ഒരു കപ്പലും, എത്ര വലിയ കപ്പലെങ്കിലും ചെറിയൊരു നങ്കൂരം കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം പറയുന്നു. ഞാനത് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്നു, കപ്പലും എത്ര വലുതാണെങ്കിലും ഒരു ചെറിയ നങ്കൂരം കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് അങ്ങോട്ട് തിരിക്കുവാൻ നമുക്ക് എന്ത് കഴിയും? നമ്മുടെ നാവ് കൊണ്ട്. കപ്പലും എത്ര വലിയതായാലും, കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും, അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിയുന്നു. അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവമെങ്കിലും വമ്പ പറഞ്ഞ് കുറഞ്ഞ തീ വലിയ കാട് കത്തിക്കുന്നുവല്ലോ. നാവ് ഒരു തീ തന്നെ. നോക്കി, നാവ് ഒരു തീ തന്നെ. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മരിക്കുവാൻ കഴിയുന്നതല്ല. അടുത്ത വാക്യത്തിൽ പറയും, അതിലാണ് നമുക്ക് കർത്താവും പിതാവും അവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യം ഉണ്ടാകുന്ന മനുഷ്യനെ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും പുറപ്പെടുന്ന സഹോദരന്മാരെ, അത് നിങ്ങൾക്ക് യോഗ്യമല്ല. നോക്കി, യോഗ്യമല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താക്കാൻ മനസ്സിലാക്കേണ്ടത്? ഒരു വായിൽ നിന്ന് സ്വോത്രവും വരരുത്, ശാപവും വരരുത്. എന്ത് ചെയ്യണം? ഒരു ചെറിയ ഈ കപ്പലും എത്ര വലുതെങ്കിലും, നോക്കി, കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട്, അതായത് ഇതിന്റെ സ്റ്റീറിംഗ് കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ തിരിക്കുന്നു. ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. എന്തുകൊണ്ട്? ചെറിയ നങ്കൂരം കൊണ്ട്. അതുപോലെ നാവ് കൊണ്ട് പറയുമ്പോൾ ലൈഫ് തന്നെ തിരിയും. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ നാവ് കൊണ്ട് പറയുമ്പോൾ തന്നെ വഴി തുറക്കുമെന്ന് പറ. അപ്പൊ നിങ്ങൾ അതിനെ ലോജിക്ക് ചിന്തിക്കാൻ പോകരുത്. ചെങ്കടൽ രണ്ടാകുമ്പോ പണ്ട് ആളുടെ പറഞ്ഞതുപോലെ, ബ്രദർ അതിനെന്നാ ലോജിക്കുള്ളത്? എനിക്കറിയത്തില്ല.
ആ ലോജിക്ക് പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ബക്കറ്റിലെ വെള്ളം പോലും രണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ എങ്ങനെ കടലിലെ വെള്ളത്തെ പറ്റി ഞാൻ പഠിപ്പിച്ചു തരുന്നത്? എൻ്റെ ബുദ്ധിയിൽ എനിക്കതിനെ പഠിപ്പിച്ചു തരാൻ പറ്റില്ല. അഞ്ചപ്പം എടുത്ത് വെച്ചിട്ട് 2 മീൻ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് കർത്താവ് അതെടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലിയിട്ട് അതെല്ലാവർക്കും കൊടുത്തിട്ട് പറയുക, ഇത് 5000 പേർക്ക് ഇരുത്തി കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒന്ന് കണക്ക് കൂട്ടിക്കുക. നിങ്ങളൊക്കെ വീട്ടിൽ അപ്പം ഉണ്ടാക്കാറുള്ളവരല്ലേ? നിങ്ങളും വീട്ടിൽ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറില്ലേ? ഒരു 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 ഒരിടങ്ങഴി മാവ് കൊണ്ടുവന്ന്, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ വീട്ടിൽ കലക്കി വെക്കുന്ന മാവ് കൊണ്ട് എത്ര പേർക്ക് ആഹാരം കഴിക്കും? സ്വന്തം വീട്ടിൽ എത്ര പേർക്ക് കഴിക്കും? എത്ര പേർക്ക് കഴിക്കാൻ പറ്റും കലക്കി വെക്കുന്ന മാവ്? 4 5 പേർക്ക്. അപ്പൊ ഞാൻ വന്നിട്ട് പറയാം, സഹോദരി ആ മാവിങ്ങെടുത്ത് ഞങ്ങളൊരു 5000 പേരുണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഒരു ദോശ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? ഒന്ന് പറഞ്ഞേ. എന്നാ പറയും? നിങ്ങൾ പറയും, ബ്രദറെ ഇവിടെ ഞങ്ങൾ 4 പേർക്കുള്ള അപ്പം ഉണ്ട്, വേണമെങ്കിൽ ബ്രദറിന് 2 അപ്പം തരാം. അതിൽ കൂടുതൽ ഈ ഒരു മാവ് കൊണ്ട് എങ്ങനെ പറഞ്ഞു? അപ്പൊ ഞാൻ പറയാം, അല്ല, എനിക്കൊരു 5000 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പറയാം, എന്റെ ബ്രദറെ ഞാൻ എങ്ങനെ ബ്രദറിനെ പറഞ്ഞ് മനസ്സിലാക്കും? ഈ ഇടങ്ങഴി മാവ് കൊണ്ട് 5 പേർക്ക് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ, 5000 പേർക്ക് എങ്ങനെ ഞാൻ തരും? ഞാൻ പറയും, ഇല്ല, ഞങ്ങൾ 5000 പേർക്ക് തന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ പറയാം, ഇല്ല ബ്രദറെ, ഞാൻ എങ്ങനെ ബ്രദറിനെ പറഞ്ഞു? ഇത് തന്നെയാണ് ദൈവവും. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഈ ഇരിക്കുന്ന 5 അപ്പം കൊണ്ട് ഞാൻ 5000 പേരെ പോഷിപ്പിക്കാൻ പോകുന്നു പറഞ്ഞാൽ, രാവിലെ അപ്പത്തിന് കലക്കി വെച്ച് അപ്പം കൊണ്ട് 4 പേര് അപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വന്ന ആൾക്കാർ തല പുകയുക കർത്താവിന്റെ ഈശന്മാര്. കാര്യം, കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഇൻസ്റ്റന്റ് പാലപ്പത്തിന്റെ കലക്കി അത് കഴിച്ചിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാം, ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ 5 അപ്പം കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും 5000 പേരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോഷിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണ്ട? ചിന്തിക്കണ്ട, വെറുതെ ഇരുന്നുകൊണ്ട് ആലോചിച്ച് തല പുകയ്ക്കണ്ട. പകരം നാവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബോധിച്ച ദിക്കിലേക്ക് നിയന്ത്രിക്കുക. നാവ് കൊണ്ട് പറയുമ്പോൾ തന്നെ ഡോർ തുറക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഒരു നാവ് കൊണ്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വചനം പറയുന്നത് പോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെ എൻ്റെ പുറകെ വരുമെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ, ഓ ബ്രദറെ ഒന്നും നടക്കുന്നില്ല ബ്രദറെ, അനുഗ്രഹവും ശാപവും ഒരേ നാവിൽ നിന്ന് വന്നാൽ അവിടെ നിങ്ങൾക്ക് നന്നല്ല എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് നന്നല്ല എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം യാക്കോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഇങ്ങനെ വാക്കുകൊണ്ട്, ഒരു വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും വരരുത്, ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെടും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഞാൻ നല്ല ഒന്നാന്തരം ജ്യൂസ് കൊണ്ടുവന്ന് കലക്കി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ആ വേസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ചു വച്ചാൽ പിന്നെ എത്ര നല്ല ജ്യൂസ് ആണെങ്കിലും നിങ്ങൾ കുടിക്കത്തില്ല. ഞാൻ പറയുന്നത്, ബ്രദർ അല്ല നിർബന്ധിക്കുന്നത്, ഇത് കുടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഏത് ബ്രദർ ആണെങ്കിലും, ബ്രദറെ എന്നാ വലിയ ബ്രദർ ആണെങ്കിലും ഞങ്ങൾ കണ്ട് ജ്യൂസിന്റെ അകത്തോട്ട് ബ്രദർ ആ വേസ്റ്റ് വെള്ളം ഒഴിക്കുന്നത്, അതോടെ എന്ത് സംഭവിച്ചു? അത് യൂസ്ലെസ് ആയി മാറി, അത് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. അപ്പൊ ഒരു വായിന്ന് തന്നെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറയുകയും ആ വാഗൊണ്ട് തന്നെ, ഓ എൻ്റെ കർത്താവ് ഇതൊന്നും നടക്കാൻ പോണില്ല, ഞാൻ അടുത്ത കർത്താവ് എന്ന് പറയുന്നതുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ചേരത്തില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു പോയാൽ എന്ത് ചെയ്യണം? ശരിയാ, നമ്മൾ സങ്കടം കൊണ്ട്, വേദന കൊണ്ട്, വിഷമം കൊണ്ട് നമ്മൾ പറഞ്ഞു തിരിക്കുന്നത്. അതാണ് നമ്മുടെ ബുദ്ധി ചിലപ്പോൾ കളിക്കുന്ന ഒരു കളിയാത്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് ഞാൻ പറഞ്ഞ വാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. അതായത് ഒരു സ്റ്റിയറിംഗ് കാർ ഓടിക്കുന്ന ആൾ ഇടത്തോട്ടും വലത്തോട്ടും കാർ ചെയ്തുകൊണ്ടിരുന്നാൽ എന്നാ സംഭവിക്കും? ആ വണ്ടി പോയി ഇടിക്കും. നന്നായിട്ട് വണ്ടി ഓടിക്കും. ഇടത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഇടത്തോട്ട് തിരിക്കേണ്ട സമയത്ത് ഇടതും വലതും തിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വണ്ടി ഇടിക്കുന്നത് പോലെ നമ്മൾ പറയുന്ന വാക്ക് നെഗറ്റീവ് ആണെങ്കിൽ, ശരിയ കർത്താവ് അബദ്ധത്തിൽ പറഞ്ഞു പോയി, ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും. കാര്യം എനിക്ക് നന്മ കാണണം. ഇതാണ് വീണ്ടും ജനിച്ചത്. ഇത് കാറ്റുപോലെയാണ് അവന്റെ ജീവിതം. അവന്റെ ജീവിതം കാറ്റുപോലെയാണ്. ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല നിങ്ങളുടെ ജീവിതം എന്താവും. നീ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ഭാവി എന്താകുമെന്ന് ഞാൻ ചോദിച്ചോട്ടെ. ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥനയിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതം മാറിയത് എത്ര പേരുണ്ട്? അതോ പണ്ടത്തെ പോലെ തന്നെയാണോ? ആമേൻ.
അപ്പം ഈ ജീവിതത്തിൽ മാറ്റം വരാൻ കാരണം എന്തുവാ? നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. ഇതൊന്നും പ്ലാൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനേക്കാൾ വലിയത് നടക്കാൻ വേണ്ടി പോവാ. ഒന്നുമല്ല. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഞങ്ങളുടെ നന്ദിയോടെ ദൈവസന്നിധിയിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നല്ലോ. എൻ്റെ യേശുവേ, അങ്ങയുടെ വലിയ നന്മയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഹാലലൂയ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓരോ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കുന്നില്ലപ്പ. രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൈവച്ച് ചിന്തിക്കേണ്ട, ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട, ഒന്ന് കൈവച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ പറ: കർത്താവായ യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. എൻ്റെ കൂടെ പറ: ഞാൻ നിൽക്കുന്ന സ്ഥലം, വീട്ടിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, എൻ്റെ കൂടെ പറ: ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ഒരനർത്ഥവും എനിക്ക് വരുത്തത്തില്ല. ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു ബെൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗം എൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. ബെൻസന്റെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു എന്ന് പറയുന്ന ബെൻസനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്താട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യേശുവെ നന്ദി പറയുന്നപ്പ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നങ്ങ് ചെയ്യുന്നല്ലപ്പ. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ബെൻസൺ എന്റെ സഹോദരിയുടെ മകനാണ്. സഹോദര മകന യേശുവിൻ്റെ എന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ സണ്ണിൻലോയാ ബെൻസൺ. അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു നിന്ന് കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയ തൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ വേണ്ടി, ഞാൻ ഈ ബെൻസൺ എന്ന് പറയുന്ന വ്യക്തിക്കൊരു സഹോദരിയും കൂടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. നന്ദി പിതാവേ. ഞാൻ കാണുന്ന ഒരു കാഴ്ച ഈ ഒരു ഇച്ചിരി പഴയതാണ്. 1979 ഞാൻ കാണുന്ന ഒരു കാഴ്ച. ഒരു വസ്തു, ഒരു വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഒരു വസ്തു, അത് വിൽക്കേണ്ടി വന്നു. അത് വിറ്റതിന് ശേഷം അവിടുന്ന് മാറി താമസിച്ചു. അവിടുന്ന് ആ സ്ഥലത്തു നിന്നും കുറച്ചങ്ങ് മാറി ഒരു വ്യക്തി, ഒരു കുടുംബം താമസിച്ച് 1979 എന്ന് പറയുന്ന ആ വർഷം ഒരു സ്ഥലം വിറ്റിട്ട് ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി. എന്നാൽ പറയപ്പെടുന്ന സ്ഥലത്തേക്ക് കഴിഞ്ഞിടെ വീണ്ടും ഒന്ന് പോകുവാൻ ഇടയായി തീർന്നു. ആ വ്യക്തിയെ കർത്താവിന് ഒരു അടയാളമായിട്ട് കാണിക്കുകയാണ്. എന്നാൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. എന്നാൽ വീണ്ടും ഈ ഒരു ദിവസങ്ങളിൽ അവിടെ പോകേണ്ട, ഈ ഒരു സമയങ്ങളിൽ അവിടെ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ ആ വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്കിനെ, പ്രത്യേകിച്ച് ഫിനാൻസ് മേഖലയ്ക്കകത്തും എല്ലാ മേഖലയ്ക്കകത്തും, പ്രത്യേകിച്ച് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയൊരു കുരുക്കിനെ കർത്താവ് എന്ന് അഴിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ സകല പ്രതികൂലങ്ങളും ആ കുടുംബം വിട്ട് മാറിപ്പോവട്ടെ. സകല പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം വിട്ട് മാറിപ്പോകട്ടെ. അവരുടെ ജീവിതത്തിൽ നന്മ ഇപ്പോൾ തന്നെ തുറക്കട്ടെ അപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാര്യം, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ കുടുംബം തന്നെ കേൾക്കുന്നുവെങ്കിൽ ഏറ്റെടുത്തോണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സമാധാനത്തെ തരാൻ വേണ്ടി പോകും. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയ്ക്കകത്തുണ്ടാകുന്ന ഒരു വ്യത്യാസം, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അതിശയം തന്നെയായിട്ട് കർത്താവ് ഇത് മാറ്റാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു രഞ്ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മകളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വലിയ മഹത്വത്തെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവ്. പറഞ്ഞു സിസ്റ്ററെ. എന്റെ മകളുടെ പേരാണ് രഞ്ജിനി. എന്ന യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത കർത്താവ് ഭാവിയുടെ വാതിലിനെ കർത്താവ് തുറക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. വലിയ പ്രവർത്തികളാൽ കർത്താവ് എന്ന് നിറയ്ക്കുന്നല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് അനുഗ്രഹിക്കുന്നപ്പ അതിരുകൾ വിസ്താരമാകട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അത് മാത്രമല്ല, 2008
ഒരു ബിസിനസിന്റെ അകത്ത് കൊണ്ടുവന്ന് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ മൊത്തം നഷ്ടപ്പെട്ടു പോയിട്ട് കുറേ പ്രോഡക്റ്റുകൾ പോലത്തെ കുറേ സംഭവങ്ങൾ വീടിന്റെ അകത്ത് കൊണ്ടുവച്ച് പക്ഷെ ഒന്നും പറ്റിയില്ല. അത് മൊത്തം 2008 ഇത് സംഭവിക്കുന്നത്. മൊത്തവും പണവും നഷ്ടപ്പെട്ടു, ഒരു പൈസ പോലും മിച്ചമില്ലാതെ പലരുടെയെന്നുമൊക്കെ അവരെയൊക്കെ ബന്ധിപ്പിച്ചാണ് ആ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്തത്. എന്നാൽ ഒത്തിരി നഷ്ടപ്പെട്ട് ഇപ്പോൾ ജീവിതത്തിന്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ആ വഴി അടഞ്ഞൊരവസ്ഥയിൽ നിൽക്കുവാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ വഴി തുറക്കുന്നില്ല. എന്ന് ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലോ ആ വ്യക്തിയെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണം. ഇപ്പോൾ തന്നെ ആ സാമ്പത്തിക മേഖലയ്ക്കകത്ത് സകലവിധമാകുന്ന പ്രതിസന്ധികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറുന്നു. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ സംഭവിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എല്ലാ തകർച്ചകളും മാറിപ്പോട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ശൂന്യമായ അവസ്ഥകളും മാറിപ്പോകട്ടെ. കർത്താവിന്റെ കൃപ അവിടെ വർദ്ധിക്കുന്നല്ലോ. ആമേൻ പറഞ്ഞ ആ വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം പ്രവൃത്തികൾ ചെയ്യുന്ന കർത്താവാണ്. ഇപ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. സ്വർഗം അത് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ, അത്ഭുതമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സിസ്റ്റർ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അതെ ബ്രദറെ, ഈ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവിടെ പോകേണ്ടി വന്നു എന്ന് ബ്രദർ പറഞ്ഞില്ലേ? ആ സ്ഥലം കൊടുത്താണോ? അത് സ്ഥലം കൊടുത്തല്ലോ, സ്ഥല സംബന്ധമായ കാര്യമെന്ന് ബ്രദർ പറഞ്ഞല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബ്രദറിനെ ഫോൺ വിളിച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാൻ നിന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് ഒത്തിരി കാലമായി, ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവിടെ എത്തേണ്ട സാഹചര്യം ഉണ്ടായി. അവിടെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചില വഴക്കുകളും പ്രശ്നങ്ങളുടെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ബ്രദറിനോട് എനിക്കത് തുറന്നു പറയാൻ പറ്റത്തില്ല, ബ്രദറിനോട് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അതുപോലത്തെ കാര്യങ്ങളായിരുന്നു അവിടെ നടന്നു. ഇപ്പൊ ബ്രദർ പറയുന്ന കർത്താവ് കുരുക്കളെ അഴിക്കുന്നു. ഞാൻ ഏറ്റെടുക്കുന്ന ബ്രദറെ, ഏറ്റെടുത്ത കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. നന്ദി പിതാവ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ കർത്താവിന്റെ വേദനകളെ ചുമന്നിരിക്കുന്നു, കർത്താവിന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യവും ആരോഗ്യവും വന്നിരിക്കുന്നു. ഇത് എൻ്റെ അത്ഭുതത്തിന്റെ സമയമാണ്. ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ നശിച്ചു പോകുകയില്ല. കർത്താവിന്റെ മുറിവ് എൻ്റെ ആരോഗ്യവും എൻ്റെ സൗഖ്യവുമാണ്. ഇപ്പോൾ യേശുവെ അങ്ങയുടെ നാമത്തിൽ നന്ദി പറയുന്നപ്പ കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ ഓരോ വ്യക്തികളുടെ ശരീരത്തിന്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ ആരോഗ്യം നിറയട്ടെ. ആ രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, വേദനകൾ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അത്ഭുത സൗഖ്യം ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കുന്നല്ലോ അപ്പ. അത്ഭുത വിടുതൽ അവിടെ സംഭവിക്കുന്നല്ലോ അപ്പ. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഈ നിമിഷം മുതൽ അവരുടെ ശരീരത്തിന്റെ മേൽ പ്രത്യക്ഷമായ അടയാളങ്ങൾക്കായി നന്ദി പറയുന്നപ്പ. അത്ഭുതങ്ങൾക്ക് നന്ദി. ഇപ്പോൾ തന്നെ എന്താണോ ബുദ്ധിമുട്ട് അത് ചെയ്തു നോക്കിയാട്ടെ. കർത്താവ് അവിടെ സൗഖ്യമാക്കിയിരിക്കുന്നു, പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് പറയാനുള്ള സമയമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. 2008 എനിക്കൊരു സാക്ഷ്യമുണ്ട്. ബ്രദറെ, ഞാൻ ഇരിക്കുന്ന കോട്ടയത്തിൽ നിന്നായിരുന്നേ. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഭയങ്കര തലവേദനയായിരുന്നു. അപ്പൊ ഞാനത് തൊട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അത് ഞാൻ ഈ കൂട്ടായ്മ മുഖാന്തരം പറയുന്നു. അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യമുണ്ട്. ഞാൻ നേരത്തെ ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ നിന്ന് അവരെന്നെ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു എന്നോട്. ഒരു മാർച്ച് ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ ഏപ്രിലായിട്ടും വിളിച്ചില്ല. അപ്പൊ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ടീച്ചർ എന്നെ വിളിച്ചതിന്റെ തലേദിവസം ഞാൻ പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നെ ഈ ദിവസങ്ങളിൽ തന്നെ വിളിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തൊട്ട് അടുത്ത ദിവസം തന്നെ എന്നെ ആ ടീച്ചർ എന്നെ വിളിക്കുകയും ചെയ്തു. എനിക്ക് അവിടെ പോകാൻ സാധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു യേശുവിന്റെ നാമത്തിൽ. നന്ദി കർത്താവേ. പ്രിയമാർക്ക് വേണ്ടി തുറന്ന വഴിക്ക് നന്ദി, സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഞാൻ ഏറ്റെടുക്കും. ഏതാ ബിസിനസിന്റെ ആണ് ബ്രദറെ? അതെ അത് ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുത്ത വലിയൊരു സാമ്പത്തിക നന്മ കർത്താവ് തുറക്കാൻ വേണ്ടി പോണ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.
പറഞ്ഞു. ബ്രദർ, എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ ഉം, മുണ്ടക്കയത്ത് നിന്നാണ്. ബ്രദർ, ലാസ്റ്റ് ഒരു 5 years ആയിട്ട് എനിക്ക് പീരീഡ് ടൈമിൽ ഏകദേശം പീരീഡിൻ്റെ ഒരു 6 ദിവസം മുന്നേ എനിക്ക് വേദന വരും. ഭയങ്കര, അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും വേദനയായിരിക്കും. ബോഡീൻ്റെ എല്ലാ പാർട്ടും, കാലിൻ്റെ അടി മുതൽ തല വരെ വേദനയായിരിക്കും. ഏകദേശം എല്ലാ മാസവും ഒരു 10 ദിവസത്തോളം ഞാൻ ഈ വേദന സഹിക്കാറുണ്ട്. തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് അത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ ലാസ്റ്റ് മന്തിന്റെ മുന്നേ ഞാൻ ഈ വിഷയം വെച്ച്, വചനം വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് വേണ്ടി വേദന സഹിച്ചു കുരിശിൽ ഏറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വേദന സഹിക്കണ്ട എന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചതാണ്. ഇപ്പം ഈ ലാസ്റ്റ് മന്തും ഈ മന്തുമായിട്ട് സാധാരണ പീരീഡ് വേദന എല്ലാ സ്ത്രീകൾക്കും ഉള്ള പോലെ ഉണ്ട് എന്നല്ലാതെ ജീവൻ എടുക്കുന്ന ആ ഒരു വേദനയെന്ന് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റം കിട്ടി. അപ്പം ഞാൻ ആ സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അത് വലിയൊരു കർത്താവിന്റെ വലിയ പ്രവൃത്തി ബ്രസ് പറഞ്ഞാൽ 5 വർഷമായിട്ടുണ്ടായിട്ടുള്ള അതികഠിനമായ, നോർമൽ വേദനയുണ്ട്, അതികഠിനമായ വേദന ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 വർഷമായിട്ട് അത് പിന്നെയും കൂടി വന്നു, സാധാരണ വേദനയെക്കാളും. പക്ഷേ തിരിച്ചറിവോടെ പറഞ്ഞു, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, യേശു എൻ്റെ വേദന വഹിച്ചതാണ്, ഞാൻ വേദന അനുഭവിക്കേണ്ട കാര്യമില്ല. ആ വചനം പ്രഖ്യാപിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നാവ് കൊണ്ട് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സൗഖ്യത്തിലേക്ക് നിയന്ത്രിക്കപ്പെടുന്നു. അത് പറഞ്ഞു. ഇപ്പൊ സൗരി പറഞ്ഞ പോലെ തന്നെ 2-3 മാസമായിട്ട് ഇപ്പോൾ ഒരു വേദന, അതിൻ്റെ അർത്ഥം ആ കഠിന വേദന, 5 വർഷമായിട്ടുണ്ടായിരുന്ന കഠിന വേദന ഇപ്പൊ ഇല്ല. കർത്താവ് സൗഖ്യം തന്നിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഈ സാക്ഷ്യം മനോട് പറയണം, എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറയണം. ദൈവം പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, ദൈവം രക്ഷിച്ചു. ഞാനിന്ന് പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ എല്ലാ വീട്ടിലും ലൈറ്റ് ഉണ്ട്. 7 മണി കഴിഞ്ഞു, ഇവിടെ മാത്രം ലൈറ്റ് ഇല്ല. അപ്പൊ ഞാൻ വന്നതിന് ശേഷം വലിയൊരു മെഴുകുതിരി ഉണ്ട്, വലിയ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, അത് വലിയ ഒരെണ്ണമാണ്. അത് ഞാൻ കത്തിച്ച് പിടിച്ചോണ്ട് കിച്ചണിൽ കയറി. പിന്നെ അത് ഇടത് കൈ പിടിച്ചോണ്ട് ഒരു വേറൊരു പാത്രത്തിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ മാവ് കലക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് മെഴുതിരി ചരിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ചരിഞ്ഞ് ഇരിക്കുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നു. 1 മിനിറ്റ് ഞാൻ നോക്കിയപ്പോ കാണാം ഗ്യാസിന്റെ ട്യൂബിലാണ് തിരി ചരിഞ്ഞ് കത്തുന്നത്. കത്തില്ല, അത് പിടിച്ചില്ല. ഞാൻ പെട്ടെന്ന് തിരി മാറ്റിക്കളഞ്ഞ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്ത്, ദൈവമേ, എന്നെ ദൈവം കാത്തൊരുപാലിച്ച്, ഗ്യാസാന്നേ ഫുൾ ഗ്യാസാണ്. ദൈവം എന്നെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. പെട്ടെന്ന് ഞാൻ ഓർത്ത്, ബ്രദർ ഒരു 3-4 മാസത്തിന് മുമ്പ് ഒരു മെഴുകുതിരിയുടെ ഒരു ആലോചന പറഞ്ഞിരുന്നു. അലമാരിയിൽ ഇങ്ങനെ ഒരു വലിയൊരു മെഴുകുതിരി, ചെറുതല്ല എന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഇതിനൊക്കെ പിന്നെ ഒരനർത്ഥവും എനിക്ക് വരികയല്ല, ഒരു ബാധ എന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന്. ഇപ്പോഴും ഓർക്കുമ്പോ എനിക്കൊരു ഭയം പോലായിരുന്നു അത്. ഇത് ഇന്ന് സന്ധ്യക്ക് ഒരു മണിക്കൂർ പറഞ്ഞു. തിരുവനന്തപുരത്ത് പറഞ്ഞ പോലെ തന്നെ കർത്താവ് മുന്നമേ ഒരു ആലോചന പോലെ വന്നത് ഉള്ളിൽ ഓർമ്മ വന്നു. വലിയൊരു മെഴുകുതിരി ഒരു ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്നതിന്റെ അകത്ത് വലിയൊരു അനർത്ഥം എനിക്ക് വന്നത് മാറിപ്പോകുന്നതായിട്ടുമാണ്. ഇന്ന് സഹോദരി അന്നത് ഏറ്റെടുത്ത് വിശ്വസിച്ചു. ഇന്ന് സംഭവിച്ചത് പറഞ്ഞ പോലെ തന്നെ വലിയൊരു നാശമായി. ഇന്നൊരു ദുഃഖഭവനമാകേണ്ട സ്ഥാനത്ത് കർത്താവിന്റെ സാക്ഷ്യഭവനമായിട്ട് സ്വർഗം അത് മാറ്റി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ഈ ആലോചനകളും പ്രാർത്ഥനകളും ഉറച്ചു നീക്കി ഇനിയും സ്വർഗം സാക്ഷ്യമാക്കി മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. 2008 ഞാൻ എൻ്റെ ലൈഫ് സേവിങ്സ് എടുത്തിട്ട് കുറെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തി. ആ പൈസ മുഴുവനും പോയി. പിന്നെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് വിൽക്കാൻ നോക്കി, അതും ശരിയായില്ല. കുറെ സാധനങ്ങൾ വീട്ടിൽ തന്നെ ബാക്കി ഇപ്പോഴും ഉണ്ട്, കുറച്ചേ ഉള്ളൂ, എന്നാലും അത് ബാക്കി വീട്ടിലുണ്ട്. അതൊക്കെ എനിക്കൊരു റിമൈൻഡർ ആയിരുന്നു, ഞാൻ ചെയ്യുന്ന എല്ലാ ഒരു നഷ്ടബോധമാണ്, എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ എന്ന്. പിന്നെ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോഴും അത് പ്രോഫിറ്റബിൾ ഒന്നും അല്ല. പക്ഷെ ഈയിടെ ഞാനൊരു ചെറിയ രീതിയിൽ വേറൊരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പോലെ തുടങ്ങി. എന്നിട്ട് ഇപ്പൊ അത് കുറച്ചൊരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഏറ്റെടുക്കുകയാണ് ബ്രദർ പറഞ്ഞ ആ ഒരു ടേൺ അറൗണ്ട് അത് എന്റെ ലൈഫിലായിരിക്കുമെന്ന്. തീർച്ചയായിട്ടും ഏറ്റെടുത്തോണം. കർത്താവ് ഒരാലോചന ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ സ്വീകരിച്ചോണം. വലിയൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടി പോവാണ്. നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ വേണ്ടി പോകട്ടോ. ഏറ്റെടുത്തോണം. വലിയ കാര്യത്തെ കർത്താവ് ചെയ്തിട്ട്. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, can I speak?
പറഞ്ഞു. എന്റെ പേര് പുഷ്പ. ഉം, ഇന്നലെ ബ്രദർ പറഞ്ഞു ശ്രേയ എന്ന മകള് ഉം, അതിന്റെ കുടുംബവുമായിട്ട് ആം, എട്ടര വർഷം കൊണ്ട് നമ്മള് ഡിഫിക്കൽട്ടീസിലെ കൂടെ പോകുന്ന ഒരു ഫാമിലിയുടെ കാര്യം പറഞ്ഞു. എല്ലാം അടഞ്ഞു പോവും, തുറക്കും, വീണ്ടും അടയ്ക്കും. അത് ഞാനാണ്. അത് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാൻ ബ്രദറിന്റെ പ്രേയറിൽ കയറാൻ തുടങ്ങിയിട്ട്. ഇതിന് മുന്നേ ബ്രദർ അവൻ ശ്രേയ എന്ന മകള് തന്നെയാണ് എന്റെ ഒരു പ്രേയർ പോയിന്റ് ഫസ്റ്റ്. പിന്നെ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഞാനും ഹസ്ബൻഡും മകളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഫാമിലിന്നും എല്ലായിടത്തുനിന്നും ഔട്ടാണ്. ബിക്കോസ് ഒരു ഹിന്ദു കൺവേർട്ടാണ്, ബ്രാഹ്മിൻ കൺവേർട്ടാണ്. അതുകൊണ്ട് അപ്പോ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ബ്രദർ ഇങ്ങനെ 3 തവണയായിട്ട് പറഞ്ഞു. ലാസ്റ്റ് ടൈം ബ്രദർ പറഞ്ഞു ഒരു ലൊക്കേറ്റിംഗ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് 9713 എന്ന് പറഞ്ഞു. 97ലാണ് ഈ പറഞ്ഞ ശ്രേയ ജനിച്ചത്. 13 നമ്പർ റൂമിലാണ് ജനിച്ചത്. അതൊരു ലൊക്കേറ്റിംഗ് നമ്പർ ആയിട്ടാണ് ബ്രദർ പറഞ്ഞത്. അതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞു. ഇന്നലെയും പറഞ്ഞു. ഇനി അതിന് മുന്നേ ദിവസം ഒരു ദിവസം പറഞ്ഞു ചെമ്പകശ്ശേരിയിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് പിശാച് ഇങ്ങനെ ഓടിപ്പോകുന്നു. ചെമ്പകശ്ശേരി വീടെന്നല്ല പറഞ്ഞേ, ചെമ്പകശ്ശേരിയിലത്തെ ഒരു വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു. അത് എന്റെ വീടാ. ചെമ്പകശ്ശേരി ലൈൻ എന്നാണ് എന്റെ വീടിന്റെ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര്. ആ സമയത്ത് ഒരുപാട് വേദന, ജോയ് ഇല്ലാത്ത, സന്തോഷമില്ലാത്ത. അപ്പോഴാണ് ഞാൻ ബ്രദറിന്റെ ഇതിൽ കയറാൻ തുടങ്ങിയത്. സോ അപ്പൊ മുതൽ എനിക്ക് ഒരുപാട് ഇമോഷണലി ഡിഫറൻസ് ഉണ്ട്. ഹോപ്പ് ബാക്കി തിരിച്ചു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് വളരെ സങ്കടമായിരുന്നു. എന്താ അത് 25 വർഷമായിട്ട് ക്രിസ്ത്യൻ ആണേ. അപ്പോ ഒന്നും നടക്കാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ ഒത്തിരി ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രസ്ട്രേഷൻ ഒരു പരിധി വരയ്ക്ക് ഒരുപാട് എനിക്ക് മാറിയിട്ടുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദീസ് റെവലേഷൻസ്, വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം. ഞാൻ ഏറ്റെടുത്തിരിക്കുവാണ്. ഈ 3 കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ നടക്കാനുള്ളതാണ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ കർത്താവ് വലിയൊരു ആലോചന ജീവിതത്തിൽ കൊടുത്തു. ആ മകളുടെ ജനനം, വർഷം, ആ കടന്ന മുറി, ആ കാലഘട്ടം, അത് മാത്രമല്ല ഇന്ന് കേട്ടതുപോലെ തന്നെ പല കാര്യങ്ങൾ. അപ്പൊ ദൈവം നമ്മളിതെല്ലാം ഓർപ്പിക്കുന്നത്, ദൈവം നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? അബ്രഹാമിനെ ദൈവം ഡയറക്റ്റ് ചെയ്തു, നീ സകലതും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക്. അപ്പൊ ഈ പ്രവചനാലോചന ഒക്കെ വരുന്നതിന്റെ കാരണം ദൈവം നിങ്ങളെ നന്മയിലേക്ക് ഡയറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് സ്വീകരിച്ചോണം. ഞാൻ എല്ലാവരും കൂടെ പറയുവാണ്, സിസ്റ്ററോട് മാത്രമല്ല, ഓരോ ആലോചനകളിലൂടെ ദൈവം നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളെ കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലേക്ക്, ബ്ലെസ്സിങ്ങിലേക്ക്, നമ്മൾ ബ്ലോക്കായി കിടക്കുന്ന മേഖലയിൽ നിന്നും നമ്മളെ കർത്താവ് ഇടിപ്പിച്ചു കൊണ്ടുവരികയാണ്. അത് സിസ്റ്റർ വിശ്വസിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. വലിയ പ്രവർത്തികൾ കർത്താവ് ചെയ്യും. പറഞ്ഞോണം, ഞാൻ അത്ഭുതങ്ങൾ കാണും എന്ന് തന്നെ പറഞ്ഞോണം. അത് പ്രഖ്യാപിച്ചോണം. കർത്താവ് ഒരു സാക്ഷ്യമാക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനുള്ളവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദറെ, ഒരെണ്ണം കൂടെ ഉണ്ട്. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എന്റെ സഹോദരന് ഇന്ന് വെളുപ്പിനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. വണ്ടി മറിഞ്ഞ് അപ്പൊ അവരവരും 4 പേർക്ക് വണ്ടിയല്ലേ. അപ്പൊ 3 പേർക്ക് പരിക്കുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരുപാട് ഇല്ല. തൊലി പോയിട്ടുണ്ട്, കയ്യിലെ തൊലി പോയി, കാലയില് തൊലി പോയി. പക്ഷെ എന്റെ സഹോദരന് മാത്രം ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഒരു പോറൽ പോലും വന്നില്ല. ദൈവം അത്ഭുതകരമായി എന്നൊക്കെയും വിടുതൽ തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും മിസ്റ്റർ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. അനർത്ഥങ്ങൾ വിട്ടൊഴിയും. വലിയ സാക്ഷ്യമായിട്ട് ഇനിയും കർത്താവ് സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. കേൾക്കുന്നുണ്ട്. അജയൻ എന്നാണ്. ഞാൻ പറഞ്ഞിരുന്നതാണ്. അജയൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഡോക്യുമെന്റിന്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാനത് ഏറ്റെടുത്ത് വന്നത് തന്നെ. അപ്പൊ പറഞ്ഞു. അത് ആലോചന ഏറ്റെടുക്കുമ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കേട്ട കർത്താവിലെ ആലോചനയെ സ്വീകരിക്കുന്നു. അതിന്റെ അത്ഭുതം ഞാൻ കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പ്രവർത്തികളെ കർത്താവ് തുറന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ആ കേട്ട ആലോചന പോലെ ഞാനൊരു അനുഗ്രഹമായി തീരുമെന്ന് തന്നെ പറയുക. ദൈവം അതേ ഇത് കേട്ടതുപോലെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ എത്തിച്ചു തരും. ഗോഡ് ബ്ലെസ് യു ബ്രദറെ.
ഓക്കെ താങ്ക് യു. ബ്രദർ ഒരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഇതിനു മുമ്പ് 2 സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴേ വന്ന സൗഖ്യം എന്ന് വെച്ചാൽ ബ്രദർ ഒരു ദിവസം അലർജി മാറിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എനിക്കും എന്റെ മക്കൾക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അലർജിയുടെ. എനിക്ക് ഡസ്റ്റ് അലർജി. മക്കൾക്ക് രാവിലെ എണീറ്റാല് 2 പേർക്കും കുറച്ചു സമയം തുമ്മിക്കൊണ്ടേയിരിക്കും. കുറച്ചു സമയത്ത് ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോ അത് മാറ്റം വന്നു. അത് അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല് അറിഞ്ഞ് സൗഖ്യം വന്ന വിവരം പെട്ടെന്ന് ഗ്രാജുവേറ്റ് ഒരു മകൾ ഇവിടെയല്ല, ഹോസ്റ്റലിലാണ് താമസം. അപ്പൊ അവൾ പറഞ്ഞപ്പോ അവളും പറഞ്ഞു, അമ്മ ഞാനിപ്പോ രാവിലെ എണീറ്റപ്പോ അങ്ങനെ എനിക്ക് തുമ്മലില്ല. കൂടെയുള്ള ചെറിയ മകൾക്കും അതേ അലർജി തുമ്മുന്ന ഇതുണ്ടായിരുന്നു. രാവിലെ എണീറ്റും അതും മാറി. എനിക്ക് ഡസ്റ്റ് അലർജി മാറി. എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ കഫം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നു അലർജി ആയിട്ട്, അതും മാറി. ദൈവത്തിന് ഒരു കോടി. എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ അത്? ഹലോ സിസ്റ്ററെ എത്ര നാളുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? എത്ര നാളുകൊണ്ട് ഇവർക്കെല്ലാം മൊത്തം? എനിക്ക് ഡസ്റ്റ് അലർജി കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. അത് ഇപ്പോഴത് അങ്ങനെ ബുദ്ധിമുട്ടില്ല. തൂത്തുവാരും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതില്ല. അത് വർഷങ്ങളായിട്ടുണ്ട്. മക്കൾക്കും എനിക്ക് മൂത്ത മകൾക്കും ഒരു 4-5 വർഷത്തിൽ കൂടുതലായി. ചെറിയ മകൾക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ട് 1-2 വർഷമായി ഉണ്ടാവും. അമ്മയ്ക്കും ഉണ്ട്. ഇത് മനസ്സിലാവുന്നത് എന്നുവെച്ചാൽ ഒരുമിച്ചല്ല താമസം. പക്ഷെ മോള് വന്നപ്പോഴാണ് പറയുന്നത്, അമ്മ ഞാനിപ്പോ രാവിലെ ആവുമ്പോ ഇങ്ങനെ തുമ്മലില്ല. ചെറിയ മകൾക്കും അത് മാറിപ്പോയി, എനിക്കും മാറിപ്പോയി. അത് ഒരു ദിവസമായിട്ടല്ല നോട്ടീസ് ചെയ്തത്. പക്ഷെ ആ അലർജി ഒരു ദിവസം ഞാൻ ബ്രദർ മാർച്ചിലെ ഒരു പ്രാർത്ഥന ദിവസം പറഞ്ഞതായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കും എന്റെ മക്കൾക്കും എന്റെ അമ്മയ്ക്കും അലർജി ബുദ്ധിമുട്ട് മാറിപ്പോട്ടെ എന്നുള്ള ബ്രദർ ആ പറയുന്ന സമയത്ത് ഞാനത് ഏറ്റെടുത്തു. അപ്പൊ അമ്മയ്ക്കും അലർജിയിൽ നല്ല ആ വിഷയം ഇപ്പൊ ഇല്ല. അതായത് കഫം ഇങ്ങനെ വന്ന് തുപ്പിക്കൊണ്ടേയിരിക്കുന്നു. അതിപ്പോഴും ഇല്ല. എനിക്ക് ഡസ്റ്റ് അലർജി ഒട്ടുമില്ല. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യമാണ് പ്രേസ് പറഞ്ഞത്. നമുക്കറിയാം, പ്രത്യേകിച്ച് അലർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് അതങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയിൽ അതിന് മരുന്ന് കഴിച്ചാൽ പോലും അത് മാറ്റമില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇന്ന് കർത്താവ് പറഞ്ഞത്, സിസ്റ്റർ പറഞ്ഞത് തന്നെ, 2 മക്കൾക്കും സൗഖ്യമായി, അമ്മയ്ക്ക് സൗഖ്യമായി, സിസ്റ്റർക്ക് സൗഖ്യമായി. ഇപ്പൊ അവർക്ക് ആ ബുദ്ധിമുട്ടില്ല. കുടുംബമായിട്ട് കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അലർജിക്ക് ഒരു മാറ്റമില്ലെന്ന് ലോകം പറഞ്ഞാൽ, മെഡിക്കൽ സയൻസ് പറഞ്ഞാൽ, കാറ്റ് എങ്ങോട്ട് പോകുന്നെന്ന് പോലും അറിയാത്തതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ ജീവിതത്തിൽ കർത്താവ് തുറന്നാൽ അങ്ങനെയാണ്. കർത്താവ് സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകരോട് ഇത് പറയണം. എന്നെ സൗഖ്യമാക്കി, എന്റെ കുടുംബത്തെ സൗഖ്യമാക്കി യേശു, നിങ്ങളെയും സൗഖ്യമാക്കുന്ന ധൈര്യത്തോടെ പറഞ്ഞ് അനേകർക്ക് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഒരുപാട് ബ്രദർ, ഒരുപാട് മാറ്റാണ്. ഡിസംബർ മുതലാണ് ഞാൻ കണ്ടിന്യൂസ് ആയി മീറ്റിംഗിലേക്ക്, സൂമിലേക്ക് ബ്രദറിന്റെ മീറ്റിംഗ് കാണാൻ വന്നപ്പോ ഞാൻ 3ാമത് പറയുന്ന സാക്ഷിയാണ് ഇത്. എറണാകുളം മീറ്റിംഗിൽ വന്നിട്ട് ബ്രീത്തിങ് പ്രോബ്ലം മാറിയത് പറഞ്ഞു മകളുടേത്. എന്റെ ഞാനും പറഞ്ഞു, നീര് പറ്റിപ്പോകുന്ന ഒരിതും കണ്ണിന് കാഴ്ച വന്നതും. അങ്ങനെ 3ാമതാണ് ഞാൻ ബ്രദർ പറയുന്ന അത്ഭുതകരമായ മാറ്റാണ് ബ്രദറിന്റെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് 4 മാസത്തിനിടയിൽ വന്നത്. അത്രയും അനുഗ്രഹമാണ് എല്ലാവർക്കും. അത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയപ്പ. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും ദൈവം സാക്ഷ്യങ്ങളാൽ നിറയ്ക്കും. അത്ഭുതകരമായ വ്യത്യാസത്തെ കർത്താവ് ചെയ്യും കേട്ടോ. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ഇനിയും അനേക ഇടങ്ങളിൽ കർത്താവ് നിർത്തും. പറഞ്ഞോണം, ഞാൻ അനേകർക്കൊരു അനുഗ്രഹ സാക്ഷ്യമായിട്ട് മാറുന്നു കേട്ടോ. കർത്താവ് സൗഖ്യമാക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുള്ളവര്? ഹലോ ബ്രദർ, പറഞ്ഞു സാക്ഷ്യമുണ്ട്. മോന് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. മോളെ നല്ല അടുപ്പിന് തിളച്ച ചായയാണ് കൊടുത്തത്. മോൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷർട്ടും ബനിയനും. ആ തിളച്ച ചായ വീണത് നിമാരി വീണോന്ന് പറഞ്ഞ് എന്തെവിടെയൊക്കെ വെള്ളം ചോദിച്ചപ്പോ ചായ അങ്ങനെ മേലെ വീണോന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ കുടിക്കായിരുന്നു.
പിന്നെ നോക്കിയ സമയത്ത് ഞാൻ നല്ല അരച്ച മാവ് ഉണ്ടായിരുന്നു. ആ മാവ് യേശുവിന്റെ രക്തമാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തു. നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പൊള്ളലേ വന്നില്ല, അടയാളേ ഇല്ല. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല പറഞ്ഞാൽ മോന്റെ ഒരു പപ്പടത്തിനെക്കാട്ടിലും വലിപ്പത്തിൽ ആ തോൽ അങ്ങനെ പോയിട്ടുണ്ടാവും. റെഡ് കളർ വന്നിട്ടുണ്ടാവും. ഒരു പ്രശ്നമില്ല. സർക്കാരിന്റെ ഒരു കുഴപ്പമില്ല. ദൈവം വലിയൊരു അനുഗ്രഹം തന്നു. ഈ സാക്ഷി ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് അവിടെ വലിയൊരു സൗഖ്യം നടത്തി. നമ്മൾ ചെയ്ത കാര്യത്തിലല്ല. ഇപ്പം നിങ്ങൾ നാളെ ആരും മാവ് ഇത് ചെയ്യണ്ട. പക്ഷെ ആ സഹോദരിയുടെ വിശ്വാസമാണ് കർത്താവ് അവിടെ സൗഖ്യമാക്കിയത്. ആ പൊള്ളലേറ്റ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, അതൊരു പാടുപോലും ഇല്ലാതെ കർത്താവ് അവിടെ സൂക്ഷിച്ചു. നമ്മുടെ വിശ്വാസം കർത്താവ് അനർത്ഥം വരുത്തത്തില്ലെന്നുള്ളതാണ്. അത് തന്നെ പ്രിയമകളുടെ ജീവിതത്തിൽ കാണാൻ പറ്റി. ഇനിയും കർത്താവ് സാക്ഷികളാൽ നിറയ്ക്കും. ഇനിയും ദൈവ അത്ഭുതങ്ങളാൽ നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ, ബ്രദർ സാക്ഷ്യം ഉണ്ടായിരുന്നേ. എന്റെ ഹസ്ബൻഡിന് ഡിസ്ക് പ്രോബ്ലം ആയിട്ട് 2-3 മാസമായിട്ട് കാല് നിലത്ത് കുത്തുക, അതുപോലെ വേദനയായിരുന്നു. മരുന്നുകളൊക്കെ കഴിച്ച് ഒടുവിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിങ്ങനെ വേറെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഞാനൊരു പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, പിന്നെ പപ്പയുടെ കാലിന് പരിപൂർണ്ണ സൗഖ്യം ഉണ്ടായാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ കാല് നിലത്തെ ഒട്ടി നല്ലതായിട്ട് നടക്കാൻ സാധിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ബ്രദറിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് കയറാൻ തുടങ്ങി. പിന്നെ ദൈവം എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു, ഒരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു. അന്നേരം ഒരു ദിവസം ബ്രദർ പറഞ്ഞു, ക്ഷീണവും തലകറക്കവും ഉള്ളവരെ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അത് പിന്നെ എനിക്കും പരിപൂർണമായ സൗഖ്യമുണ്ട്. ഇതെന്റെ ദൈവം തമ്പുരാൻ തന്ന ഒരു വലിയ സൗഖ്യം. ബ്രദറിൽ കൂടി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എന്റെ കുടുംബത്തിന് ദൈവം തന്നിട്ടുണ്ട്. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ബ്രദറിനെയും കുടുംബത്തെയും നമ്മുടെ ടീമിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ അച്ഛന് കാല് കുത്താൻ വയ്യാത്ത ബുദ്ധിമുട്ട്, അത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് തന്നെ പറഞ്ഞു. അതുപോലെ വേദനയായിരുന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ തലകറക്കം ഉണ്ടായിരുന്നു, അതേപോലെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും കർത്താവിന്റെ നാമത്തിൽ ആ പ്രാർത്ഥനയുടെ സൗഖ്യത്തെ സ്വീകരിച്ചു. ഡോക്ടർ പറഞ്ഞതാണ് സർജറി വേണമെന്ന്, ചുമ്മാ ഒരാളിങ്ങനെ പറയുന്നതല്ല. പക്ഷെ കർത്താവ് അത് പൂർണ്ണ സൗഖ്യം ഡിസ്കിന് കൊടുത്തു. ആ തലകറക്കത്തിന്റെ ബുദ്ധിമുട്ട് അത് നിമിഷം തന്നെ കർത്താവ് അത് സൗഖ്യമാക്കി കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിനും കുടുംബത്തിലുണ്ടായ മാറ്റത്തിനും ഞങ്ങൾ നന്ദി പറയുന്ന യേശുവേ, ഇനിയും വളരട്ടെ, ഇനിയും സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. സമൃദ്ധമായിട്ട് ദൈവം നടത്തട്ടെ. ആമേൻ. ബ്രദറെ, എന്റെ മോനും മരുമകളും സ്കൂട്ടറുമ്മ പോകുമ്പോ നേരെ ഒരു കാറ് വന്നു. പക്ഷെ അവര് സൈഡ് കൊടുത്തു, ആ വണ്ടിയിൽ വന്ന് വീണു. ചെറിയൊരു മുറിവുകൾ മാത്രം ഉണ്ടായുള്ള കർത്താവ് കാത്ത് പരിപാലിച്ചു. യേശുവേ നന്ദി, സ്തോത്രം. നന്ദി കർത്താവ്. അങ്ങ് സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി. ദുഃഖവാർത്തയാകേണ്ട സ്ഥാനത്ത് കർത്താവ് എന്ന് പരിപാലിച്ചല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനുള്ളവര്? ബ്രദറെ, എന്റെ മോളൊന്ന് OET എഴുതിയായിരുന്നു. ഇന്ന് അതിന്റെ റിസൾട്ട് വന്നു. അവൾ പാസ്സായി. എല്ലാത്തിനും നന്ദി കർത്താവേ. നന്ദി കർത്താവ്. അങ്ങ് കൊടുത്ത വലിയ ജയത്തിന് നന്ദി പറയുന്നു. രാജ്യങ്ങളുടെ ഡോർ തുറക്കട്ടെ. മുന്നോട്ട് ഭാവിയുടെ എല്ലാ വാതിലും തുറന്നു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എന്റെ മകൻ യൂറോപ്പിലേക്ക് പോകാനുള്ള എക്സാം എഴുതിയാണ് ഫസ്റ്റ്. അവന് ആ എക്സാമില് ഇന്നലെ എഴുതിയത്, അത് പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. രാഹുലിനാണ് പേര്. രണ്ടാമത്തെ പ്രാവശ്യം എഴുതുന്നത്. ഫാസ്റ്റ് പറയും രണ്ടാമത്തെ പ്രാവശ്യം ജയിക്കും, ഫസ്റ്റ് പ്രാവശ്യം തോൽക്കുന്നു പറഞ്ഞായിരുന്നു. അതേപോലത്തെ ഫസ്റ്റ് പ്രാവശ്യം തോറ്റു, രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയിരിക്കുകയാണ്. ഇന്നലെ എഴുതിയത്. തീർച്ചയായിട്ടും കർത്താവ് ഉന്നത ജയത്തിന് നന്ദി പറയുന്നു. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റട്ടെ. ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ ഈ ദിവസങ്ങളിൽ വലിയ നന്മകളാൽ എല്ലാവരെയും കർത്താവ് നിറയ്ക്കട്ടെ. രാജ്യങ്ങളുടെ വാതിൽ തുറന്നു വരട്ടെ. നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ വേലയിൽ വിതയ്ക്കുന്നവൻ മനുഷ്യന്റെ വയലിലല്ല, ദൈവത്തിന്റെ വയലിൽ വിതയ്ക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് സ്ഥലം പോരാതെ വണ്ണം ബൈബിൾ പറഞ്ഞ പോലെ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ തരും. സമൃദ്ധി കൊണ്ട് ദൈവം നിറയ്ക്കും. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ വർധനമുണ്ടാകട്ടെ. എല്ലാ ശൂന്യമായ അവസ്ഥയ്ക്കകത്തും വല കീറുമാർ നന്മയുണ്ടാകട്ടെ. പ്രാർത്ഥിച്ചു കർത്താവെ വഴികളെ തുറന്നു പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ ഡോറുകൾ തുറക്കട്ടെ. എല്ലാ മേഖലയിലും നന്മയുണ്ടാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന കർത്താവ് സമൃദ്ധമായിട്ട് നടക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. നിങ്ങളുടെ വിലയേറിയ ഇനിയും സാക്ഷ്യം പറയാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റാനോ മറ്റേതെങ്കിലും തടസ്സം നേരിട്ട് തന്നെ പറയുന്നതാണ് ഏറ്റവും അനുഗ്രഹമെങ്കിലും പറയാൻ പറ്റാത്ത ഏതെങ്കിലും തടസ്സങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ അയക്കാം.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക്